കർണാടകയിലെ ഷിരൂരിൽ അർജുനടക്കമുള്ള കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കാൻ പോകുന്നു. കാർവാറിൽ ഡ്രഡ്ജർ എത്തിച്ചിരിക്കുകയാണ്. ഗോവയിൽ നിന്നും സിജോ കണ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. സിജോ, തെരച്ചിൽ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു. നിലവിലെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇന്ന് തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? വിനിഷ, നിലവിൽ കാർവാർ തുറമുഖത്താണ് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിയോടുകൂടി ഗോവ തുറമുഖത്ത് നിന്നാണ് ഡ്രഡ്ജർ ഈ ഷിരൂരിലേക്ക് പുറപ്പെട്ടത്. ടഗ് ബോട്ടിനകത്ത് ഡ്രഡ്ജർ ഇപ്പോൾ കാർവാറിൽ എത്തിയിട്ടുണ്ട്. കാർവാറിൽ നിന്ന് ഇനി ഗംഗാവാലി പുഴയിലൂടെ ഷിരൂരിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അത് നാളത്തോടുകൂടി മാത്രമേ ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഡ്രഡ്ജർ കാർവാർ തുറമുഖത്ത് എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും പ്രതികൂല കാലാവസ്ഥ തടസ്സമായി കാറ്റിന്റെ ശക്തി കൂടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യാത്രാമധ്യേ ഡ്രഡ്ജർ കരയിലേക്ക് അടുപ്പിച്ച് നിർത്തിയിടേണ്ട സാഹചര്യം വന്നു. അതുകൊണ്ടാണ് മണിക്കൂറുകൾ വൈകി ഇപ്പോൾ ആ ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഗംഗാവാലി പുഴയിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ഷിരൂരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് ശ്രമകരമാണ്. കാരണം ഈ ഗംഗാവാലി പുഴയിലെ 2 പാലങ്ങളുണ്ട്. ഈ പാലങ്ങൾ കടന്ന് വേണം ഈ പുഴയിൽ കൂടി ഡ്രഡ്ജർ എത്തിക്കാൻ. വേലിയിറക്ക സമയത്ത് മാത്രമേ ഇത് സാധ്യമാകൂ എന്നാണ് അധികൃതർ പറയുന്നത്. വേലിയിറക്ക സമയത്ത് ജലനിരപ്പ് താഴുമ്പോൾ സുഗമമായി ഈ പാലത്തിന്റെ താഴെ കൂടി ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുമ്പോൾ നാളെ വൈകുന്നേരമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ, SP എം നാരായണ, സ്ഥലം MLA സതീഷ് സൈ, മഞ്ചേശ്വരം MLA AK മഷബ് കൂടി പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജർ കമ്പനി അധികൃതരും യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിലായിരിക്കും ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും തീരുമാനങ്ങളും ഉണ്ടാവുക. നാവികസേനയുടെയും ഈശ്വർ മാൽപ്പെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സേവനം തേടുന്നതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനവും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഡ്രഡ്ജർ എത്തിക്കാൻ വൈകിയതിനെ തുടർന്ന് യോഗം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ ട്രക്ക് ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ അങ്കോളയിൽ എത്തിയിട്ടുണ്ട്. ഇവരും ഈ തെരച്ചിലിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് നിന്ന് കാർവാർ തുറമുഖത്ത് നിന്ന് ഗംഗാവാലി പുഴയിലൂടെ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലേക്ക് എത്തിക്കുക എന്നതാണ് ശ്രമകരമാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുക. കാലാവസ്ഥ ഈ മേഖലയിൽ, ഷിരൂർ മേഖലയിൽ അനുകൂലമാണ്. നിലവിലുള്ള വരുന്ന ദിവസങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുകൂലമാണ്. അതുകൊണ്ട് തിരച്ചിൽ നല്ല രീതിയിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും വലിയ പാറക്കല്ലുകളും ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യും. പ്രധാനമായും നാവികസേന സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുന്നത്. ഡ്രഡ്ജർ കമ്പനിയുമായി 10 ദിവസത്തെ കരാറാണ് നിലവിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് 16-നാണ് ഷിരൂരിൽ തിരച്ചിൽ നിർത്തിവെച്ചത്. അതിനുശേഷം ഡ്രഡ്ജർ പെട്ടെന്ന് സിജോ, വ്യക്തമാണ്. അർജുനായുള്ള തിരച്ചിൽ ഷിരൂരിൽ പുനരാരംഭിക്കുന്നത് വൈകും. നിലവിൽ കാർവാറിലാണ് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നത്. കാർവാറിൽ നിന്ന് ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിക്കേണ്ടതുണ്ട്. തുടർന്നതിന് ശേഷം മാത്രമേ ഷിരൂരിൽ അർജുനായുള്ള ദൗത്യം പുനരാരംഭിക്കാൻ കഴിയൂ. ഇന്ന് അത് സംബന്ധിച്ച ഒരു യോഗം അവിടെ നടക്കുന്നു എന്നാണ് സിജു കണ്ണൻ പങ്കുവച്ച വിശദാംശങ്ങൾ.